നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചന, താനെങ്ങോട്ടാ? മോള് വല്ലാതെ കരയുന്നു സച്ചേട്ടാ. ഞാനൊന്ന് പോയി നോക്കട്ടെ. താൻ പോകണ്ട. അവൾ അവളുടെ അമ്മയുടെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കുന്നേ. കുറച്ച് കഴിയുമ്പോൾ കരച്ചിൽ നിർത്തിക്കോളും. താനിപ്പോൾ അങ്ങോട്ട് ചെന്നാ ആതിരയ്ക്ക് ഇഷ്ടമായില്ലെന്ന് വരും. അവൾ തന്നെ എന്തെങ്കിലും പറയും. പിന്നെ അത് തനിക്ക് വിഷമാവുകയും ചെയ്യും. തൻ്റെ കയ്യിൽ ആതിര കുഞ്ഞിനെ തരില്ല, അതെനിക്കറിയാം. എന്നാലും ഇത്രയും കരയുമ്പോ എങ്ങനെ സച്ചേട്ടാ കേട്ടില്ലെന്നടിച്ച് ഇവിടെ ഇരിക്കുന്നേ? അവൾ എന്തു പറഞ്ഞാലും സാരമില്ല. കുഞ്ഞ് കരയുമ്പോഴൊക്കെ താൻ ചെന്ന് എടുക്കുന്നതാ ആതിരയ്ക്ക് പ്രശ്നം. ആതിര അവളുടെ അമ്മയല്ലേ, അവളും കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. താനില്ലാത്തൊരു സന്ദർഭം വന്നാ അവൾ തന്നെ വേണ്ടേ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനും. സച്ചേട്ടൻ കരുതുന്ന പോലെ സാധാരണ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ അല്ല നമ്മുടെ മോള് കരയുന്ന. സച്ചേട്ടനോട് പറയണമെന്ന് പലതവണ ഞാൻ കരുതിയതാ. സന്ദീപ വേണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ മോളൊരു ഹാർട്ട് പേഷ്യന്റാ സച്ചേട്ടാ. ഞാനും സന്ദീപും കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞതാ. സച്ചേട്ടന്റെ ഇപ്പൊ ഉള്ള അവസ്ഥ തന്നെയായിരുന്നു ഈ വാർത്ത കേട്ടപ്പോ ഞാനും സന്ദീപ് ഉണ്ടായിരുന്നു. മോളുടെ ഹാർട്ടിലെ വാൽവില് ഒരു ഹോൾ ഉണ്ടെന്ന്. അതുകൊണ്ടാ മോക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടാവുന്നതും മോളിങ്ങനെ കരയുന്നതും. ഞാനും സന്ദീപും അല്ലാതെ മറ്റൊരാളെയും ഞങ്ങൾ ഇതുവരെ അറിയിച്ചിട്ടില്ല, ആതിരെ പോലും. സന്ദീപ് പറഞ്ഞിട്ടാ സച്ചേട്ടനോട് പോലും ഇത് പറയാതിരുന്നത്. എടോ, ആതിരയോടെങ്കിലും നിങ്ങൾക്ക് ഈ വിവരം പറയായിരുന്നു. എന്തൊക്കെയായാലും അവള് കുഞ്ഞിന്റെ അമ്മയല്ലേ. അവളോട് എങ്ങനെയാ സച്ചേട്ടാ ഞങ്ങളിത് പറയുന്നത്? പ്രസവത്തോടുകൂടി ചില മാനസിക പ്രശ്നങ്ങളൊക്കെ അവക്കുണ്ട്. അതുകൊണ്ടാ എന്നോട് പോലും അവക്ക് ദേഷ്യം. അപ്പൊ പിന്നെ ഇതുകൂടി അറിഞ്ഞ അവള് മുഴു ഭ്രാന്തിലേക്ക് പോവോന്നാ ഞങ്ങളുടെ പേടി. എങ്കിലും ജീവിതകാലം മുഴുവൻ അവൻ ഈ കാര്യം എങ്ങനെയാ അർച്ചന മറച്ചു വെക്കുന്നേ? മോൾക്ക് ഒരു സർജറി വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. 1 വയസ്സായിട്ടേ അത് നടത്താനാവൂ. അതായത് ഇനി 1 വർഷം. അതുവരെ അവൾക്ക് മരുന്ന് കൊടുക്കണം. അത് എന്റെ കയ്യിലുണ്ട്. മരുന്ന് കൊടുക്കാൻ സമയമാകുമ്പോ സന്ദീപ് ആതിര അറിയാതെ എന്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് തരും. ഞാൻ ആരും അറിയാതെ മോക്ക് മരുന്ന് കൊടുക്കും. സർജറി സമയത്തെ ഈ കാര്യം ആതിര അറിയാവൂന്നാ സന്ദീപ് എന്നോട് പറഞ്ഞത്. നമ്മുടെ സമാധാനക്കേട് എന്തിനാ സച്ചേട്ടാ അവൾക്കും കൂടി കൊടുക്കുന്നത്? ഇങ്ങനൊരു അസുഖം ഉള്ളതുകൊണ്ടാ മോൾ കരയുമ്പോ എനിക്ക് പേടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.